കൂടുതൽ ആമുഖമില്ലാതെ, കൂടുതൽ പരസ്പരം ഉള്ള പൊക്കിപ്പറച്ചിലുകളും തള്ളുമൊന്നുമില്ലാതെ നമ്മൾ വന്നിരിക്കുന്നത് ദൈവവചനം കേൾക്കാനാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിന്, അതിൻ്റെ ശോഭയ്ക്ക് ഒട്ടും കുറവ് വരാത്ത വിധത്തിൽ തന്നെ നമുക്ക് നേരിട്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. അപ്പോൾ ചിലർ ചോദിച്ചു, ഇന്നും അങ്ങനത്തെ വിഷയമായിരിക്കുമോ? ഞാൻ പറഞ്ഞു അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചില പാട്ടുകളൊക്കെ പാടിയായിരുന്നു. അപ്പോൾ ഈ ഭദ്രാസനത്തിൽ തന്നെയുള്ള എൻ്റെ ചില ശത്രുക്കൾ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇന്ന് പാട്ട് പാടരുത്. അപ്പം ശത്രുക്കളാണെങ്കിലും കാര്യം പറഞ്ഞാൽ അത് കേൾക്കണമല്ലോ. അവരസൂയ കൊണ്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എങ്കിലും അങ്ങനെയുള്ള ഒരു സാഹസത്തിന് ഞാൻ വീണ്ടും മുതിരുന്നില്ല. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വായിച്ചു കേട്ട വേദഭാഗം ഒരാവർത്തി കൂടി വായിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം, അതിൻ്റെ 51 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 51 മുതൽ 54 വരെ. അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാത് അറുത്തു. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗിയോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിന്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ വിശ്വാസം ഈ നാടിനും ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിനും അനുഗ്രഹമാകുന്ന വിധത്തിൽ അവയെ പ്രയോഗത്തിൽ വരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന കാലം ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു കാലമാണ്. മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും അന്യോന്യം വാളെടുക്കുന്ന ഒരു കാലത്ത് സത്യവിശ്വാസത്തിൻ്റെ സൗന്ദര്യം എന്ത് എന്ന് ഞങ്ങൾ സ്വയം അറിയുന്നതിനും ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ അത് കാണിച്ചു കൊടുക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുന്നതായ ഈ ദൈവവചനത്തെ നീ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് തരണമേ. വചനം സംസാരിപ്പാൻ അടിയനെയും അതനുസരിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ എഴുത്തുകാരനാണ് വിനു എബ്രഹാം. മല്ലപ്പള്ളിക്കാരനാണ്. ഏതാണ്ട് 2010 വിനുവിൻ്റെ ഒരു കഥാസമാഹാരം പുറത്തിറങ്ങി. DC ബുക്സ് ആണ് അതിൻ്റെ പ്രസാധകർ. ആ പുസ്തകത്തിൻ്റെ പേര് ദൈവവേല എന്നാണ്. ആ പുസ്തകത്തിലെ ഒരു കഥയുടെ പേരും ദൈവവേല എന്നാണ്. ആ കഥ ഏതാണ്ട് ഇങ്ങനെയാണ്.
ഒരു ദിവസം ദൈവം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ചാരുകസേരയിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഒരു ചെറിയ ശബ്ദം കേട്ടാണ് ഉച്ചമയക്കത്തിൽ നിന്നും ദൈവം ഉണർന്നത്. ഉണർന്നപ്പോൾ തൻ്റെ മുൻപിൽ ഒരു മാലാഖ നിൽക്കുന്നു. ഈ മാലാഖയ്ക്ക് കഥാകൃത്ത് നൽകുന്ന പേര് പയ്യൻ മാലാഖ എന്നാണ്. ഈ പയ്യൻ മാലാഖ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ദൈവം വിചാരിച്ചു, സാധാരണ മുതിർന്ന മാലാഖമാർ പോലും ഒരുമിച്ചാണ് വരുന്നത്, ഒറ്റയ്ക്കാരും വരാറില്ല. എന്തായാലും ഈ പയ്യൻ മാലാഖ വന്നത് എന്തിനാണെന്ന് ദൈവം അന്വേഷിച്ചു. അപ്പോൾ മാലാഖ ദൈവത്തോട് പറയുകയാണ്, നമ്മളാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന് നമ്മളോട് വലിയ ബഹുമാനവും ആദരവും ഉണ്ടെന്നാണ് നമ്മൾ ഇതുവരെ കരുതിയത്. എന്നാൽ നമ്മൾ ജീവിച്ചത് ഒരു മൂഢ സ്വർഗത്തിലാണ്. നമ്മൾ കരുതിയതുപോലെ മനുഷ്യർക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനവുമില്ല. അപ്പോൾ ദൈവം ചോദിച്ചു, എന്താ നീ അങ്ങനെ പറഞ്ഞത്? ഈ മാലാഖ തൻ്റെ അത്ഭുത ശക്തി ഉപയോഗിച്ച് ചിറകുകൾ വീശി ലോകത്തിൽ നടക്കുന്നത് എന്താണെന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നോക്കിക്കേ, മനുഷ്യൻ സിനിമകൾ നിർമ്മിക്കുന്നു, കഥകൾ എഴുതുന്നു, നോവലുകൾ എഴുതുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു. അവയിൽ പലതും മനുഷ്യൻ മരിച്ചിട്ടും മരിക്കാത്ത സൃഷ്ടികളാണ്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിയായ മനുഷ്യൻ 70 അല്ലെങ്കിൽ 80 കൊല്ലം കഴിഞ്ഞ് മരിക്കുമ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടി അതിനേക്കാൾ കൂടുതൽ കാലം ലോകത്ത് നിലനിൽക്കുന്നു. എന്നിട്ട് ഈ പയ്യൻ മാലാഖ ദൈവത്തോട് പറയുകയാണ്, ദൈവ സൃഷ്ടിയേക്കാൾ വലിയ ദൈവവേലയാണ് മനുഷ്യൻ ലോകത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യനെ കൈകാര്യം ചെയ്യണം. ഇത് പറഞ്ഞിട്ട് ഈ പയ്യൻ മാലാഖ കോപം കൊണ്ട് വിറയ്ക്കുകയാണ്. എന്നാൽ ഈ മാലാഖയുടെ വിറയലും കോപവും ഒക്കെ കണ്ടിട്ടും ദൈവം വളരെ ശാന്തനായി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ശാന്തത കോപാകുലനായ ഈ പയ്യൻ മാലാഖയെ വല്ലാതെ അലോസരപ്പെടുത്തി. ദീർഘനേരത്തെ മൗനത്തിന് ശേഷം ദൈവം പയ്യൻ മാലാഖയോട് പറയുകയാണ്, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ കാണിക്കാം. നീ ഭൂമിയിലേക്ക് നോക്കിക്കേ, ഒരു 12 വയസ്സുകാരി പെൺകുട്ടി, അവളുടെ കാലുകൾ ഒരു ചുള്ളിക്കമ്പ് പോലെ ശോഷിച്ചിരിക്കുകയാണ്. അവളുടെ കൈയുടെ നീളം കൈയുടെ മുട്ടിൻ്റെ അത്രമേ ഉള്ളൂ. എന്നിട്ടും അവൾ തൻ്റെ ചുള്ളിക്കമ്പ് പോലെ ശോഷിച്ച കാലുകൾക്കിടയിൽ ബ്രഷുകൾ ചേർത്ത് പിടിച്ച് അവൾ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കുന്നു. നമുക്കതൊന്ന് നോക്കാം, അവൾ എന്താണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ദൈവവും പയ്യൻ മാലാഖയും കൂടെ ഈ ചിത്രം ഈ പെൺകുട്ടി വരയ്ക്കുന്നത് നോക്കി നിൽക്കുന്നു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അവൾ വരച്ച ചിത്രം പൂർത്തിയാക്കി. അപ്പോൾ ദൈവം ഈ പയ്യൻ മാലാഖയോട് പറയാണ്, ഇവൾ വരച്ച ഈ ചിത്രത്തിലെ പെൺകുട്ടിയുണ്ടല്ലോ, ഞാൻ ഇതുവരെ സൃഷ്ടിച്ച സകല സ്ത്രീകളെക്കാളും സൗന്ദര്യമുള്ള സ്ത്രീയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. ഈ ചിത്രം പൂർത്തിയാക്കിയപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? അവളുടെ വേദന മറക്കുന്നത് കണ്ടില്ലേ? അവളുടെ മുഖത്തിൻ്റെ ദൈന്യത മായുന്നത് നീ കാണുന്നില്ലേ? ഈ പയ്യൻ മാലാഖ ഈ ചിത്രം വരയ്ക്കുന്ന ഈ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളുടെ നാവിൽ ഉപ്പ് രസം കലരുന്നതായി അയാൾക്ക് തോന്നി. അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത്, അയാളുടെ കണ്ണുകൾ നനയുകയാണ്. അയാൾ സാവകാശം ദൈവത്തെ നോക്കി. ദൈവം ചാരുകസരയിൽ മുഖം പൊത്തി കരയുകയാണ്. കഥാകൃത്ത് ചോദിക്കുന്നു,
ദൈവം ചാരുകസരയിലിരുന്ന് മുഖം പൊത്തി കരഞ്ഞത് ഈ പെൺകുട്ടിയെ ഓർത്തിട്ടാണോ അതോ പയ്യൻ മാലാഖയുടെ അല്പത്തരം ഓർത്തിട്ടാണോ? ഇന്ന് ഒത്തിരി പയ്യൻ മാലാഖമാരും പയ്യൻ ഉപദേശിമാരും പയ്യൻ അച്ഛന്മാരും പയ്യൻ മെത്രാന്മാരുമുണ്ട്. എല്ലാവരും ദൈവത്തിനെന്ത് സംഭവിക്കുമെന്നുള്ള വല്ലാത്ത വെപ്രാളത്തിലാണ്. ദൈവം അപകടത്തിലാണ്. ദൈവത്തിൻ്റെ നിലനിൽപ്പ് ഭീഷണിയിലാണ്. ദൈവത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചുള്ള ആശങ്കയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ദൈവത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും വല്ലാതെ ദൈവത്തെക്കാൾ ആശങ്കപ്പെടുന്ന പയ്യൻ മാലാഖമാർ വല്ലാതെ പെരുകി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നാം വായിച്ചതായ വേദഭാഗത്ത് യേശുവിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് ഭയന്ന് യേശുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ താൻ ഒളിച്ചു വെച്ച ഉടവാൾ ആഞ്ഞു വീശുന്ന പത്രോസിനെയാണ് നാം കാണുന്നത്. യേശുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പയ്യൻ അപ്പോസ്തോലന്മാർ. ഈ വേദഭാഗം 4 സുവിശേഷങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. ഈ 4 സുവിശേഷങ്ങളിലും കൂടെ ചേർത്ത് വായിച്ചാൽ മാത്രമേ ഈ സംഭവത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് ലഭിക്കൂ. എന്താണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം? യേശു കർത്താവ് ഗെഥസമനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ പരിസമാപ്തി എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നിറവേറട്ടെ എന്നതിൽ എത്തുകയാണ്. അങ്ങനെ തനിക്ക് സംഭവിക്കുന്നത് എന്തായാലും അതിനെ ദൈവഹിതമായി സ്വീകരിപ്പാൻ യേശു സന്നദ്ധനായി നിൽക്കുകയാണ്. ഇങ്ങനെ അവർ അവിടെ നിൽക്കുമ്പോഴാണ് യൂദായുടെ നേതൃത്വത്തിൽ വാളും വടികളുമായി ഒരു വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ നേരെ എത്തുകയാണ്. ഇതിൻ്റെ 50-ാമത്തെ വാക്യത്തിൽ യൂദായെ കാണുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, സ്നേഹിത, നീ വന്ന കാര്യമെന്ത്? ഇത് പറഞ്ഞപ്പോൾ വാളും വടികളുമായി വന്ന പുരുഷാരത്തിന് സൂചന കിട്ടി ആരാണ് യേശുവെന്ന്. അവർ യേശുവിൻ്റെ മേൽ കൈവയ്ക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ മേൽ ഈ വന്ന പുരുഷാരത്തിൽ ചിലർ കൈവച്ചപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടട്ടെ? അത് മത്തായിയുടെ സുവിശേഷത്തിലില്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിലേ ഉള്ളൂ. എന്നാൽ യേശു വെട്ടണോ വേണ്ടായോ ഒന്നും പറയുന്നില്ല. അതിനു മുമ്പ് വെട്ട് കഴിഞ്ഞു. മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈ ദാസന്റെ പേര് പറയുന്നുണ്ട്, മൽക്കോസ്. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ പ്രതികരണമായി വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് 22-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞാൽ ഇത് മതി, ഇനി വെട്ടണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോൾ നോ മോർ ഓഫ് ദിസ്, ഈ സൈസ് പരിപാടി മേലാൽ കാണിച്ചേക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം വീണ്ടും ലൂക്കോസും യോഹന്നാനും രേഖപ്പെടുത്തുന്നത് മൽക്കോസിൻ്റെ കാത് യേശു സൗഖ്യമാക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സൗഖ്യമാക്കിയതിന് ശേഷമാണ് യേശു പറയുന്നത്, നിന്റെ വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവൻ വാളാൽ നശിക്കും. എന്നിട്ട് ആവേശം കാണിച്ച പത്രോസിനോട് യേശു ചോദിക്കുന്നു, ഇപ്പോൾ തന്നെ 12 ലഗിയോനിലധികം ദൂതന്മാരെ എനിക്ക് കാവൽ നിർത്താൻ എനിക്ക് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? യേശു ആ സംഭാഷണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ, എങ്കിലും ഇതെല്ലാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൂർത്തീകരണമാണ്.
ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, നോട്ട് ദ ബോഡി ഗാർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ബോഡി ഗാർഡല്ല. We are the body of Christ, not the bodyguards of Christ. എന്ന് പറഞ്ഞാൽ എന്താണ് നാം അർത്ഥമാക്കുന്നത്? ഇവിടെ യേശുവിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന ശിഷ്യന്മാർ അവരെന്തിനായിരിക്കും വാൾ കയ്യിൽ കരുതിയിരുന്നത്? ഉടയവനോടൊപ്പം നടക്കുമ്പോഴും ഉടവാൾ കരുതുന്ന ശിഷ്യന്മാർ, ഉടയവൻ കൂടെയുണ്ടായിട്ടും ഉടവാളും കൂടെ വേണം എന്ന് കരുതുന്ന ശിഷ്യന്മാർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉടയവനേക്കാൾ വലിയതാണ് ഉടവാൾ. അഥവാ ഉടയവൻ പരാജയപ്പെട്ടാലും തനിക്ക് ഉടവാൾ ഉപകാരപ്പെടുമെന്ന് കരുതി ഉടവാൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ശിഷ്യൻ. ഇവർക്ക് യഥാർത്ഥത്തിൽ ദൈവസ്നേഹമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. എന്നാൽ ദൈവസ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ പേരും അതിൻ്റെ കാരണവും ദൈവസ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ദൈവസ്നേഹത്തിൻ്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ശിഷ്യന്മാർക്ക് യേശുവിനെ കുറിച്ചുള്ള അജ്ഞത വളരെ കൂടുതലാണ്. 3.5 വർഷം യേശുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാർ യേശു ആരാണെന്നും യേശുവിന് എന്തൊക്കെ സാധിക്കുമെന്നും അവൻ്റെ അത്ഭുത ശക്തിയും എല്ലാം ഈ ശിഷ്യന്മാർ കണ്ടതാണ്. കടലിന്മേൽ നടക്കുന്നത് അവർ കണ്ടതാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നത് അവർ കണ്ടതാണ്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത് അവർ കണ്ടതാണ്. അങ്ങനെ യേശുവിന് കഴിയാത്തതൊന്നുമില്ലെന്ന് ഈ ശിഷ്യന്മാർ നേരിട്ട് കണ്ടവരാ. എങ്കിലും മനുഷ്യരെ പിടിക്കേണ്ടവർ, മനുഷ്യന് കാവൽ നിൽക്കേണ്ടവർ യേശുവിൻ്റെ ശരീരത്തിൻ്റെ കാവൽക്കാരായി മാറുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാരാകേണ്ടവർ യേശുവിൻ്റെ ഗുണ്ടകളാകാൻ ശ്രമിക്കുകയാണ്. മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ സാഹിത്യകാരൻ NP മുഹമ്മദ് പറയുന്നുണ്ട്, ഇന്ന് ദൈവമക്കൾ കുറവാണ്, ദൈവത്തിൻ്റെ ഗുണ്ടകളാണ് കൂടുതൽ. ഇവിടെ നമ്മൾ നോക്കിക്കേ, ദൈവത്തിൻ്റെ കൊട്ടേഷൻ സംഘമാണ്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തവനാണ്. എൻ്റെയും നിങ്ങളുടെയും കാവൽ അവൻ ആവശ്യമില്ല. കുറഞ്ഞ പക്ഷം ദൈവത്തെക്കുറിച്ച് അത്രയെങ്കിലും ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു എങ്കിൽ ദൈവത്തെ സംരക്ഷിക്കുന്ന കൊട്ടേഷൻ സംഘമായി പെരുമാറുന്നതിൽ നിന്നും, അതിനെപ്പോഴും വാള് തന്നെ വേണമെന്നില്ല, WALL വോളായാലും മതി, അതിന് സോഷ്യൽ മീഡിയയിലെ വോളായാലും മതി, അല്ലെങ്കിൽ വാളായാൽ മതി. വാളാണെങ്കിൽ അത് IPC പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ വാളിനേക്കാൾ നല്ലത് വോളാണ്. ഈ പത്രോസിനെ നോക്കിക്കേ, അവർ ചാടി വീഴുന്നു, വെട്ടുന്നു, കാതറക്കുന്നു. എങ്ങനെയാണോ ഒരു കൊട്ടേഷൻ സംഘം പ്രവർത്തിക്കുന്നത് അതേ ശരീരഭാഷയാണ്. നിങ്ങൾ ഈ ചില വലിയ സിനിമാ നടന്മാരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ കുറേ പേര് വരും. നമ്മളവരെ ബോക്സേഴ്സ് എന്നാണ് പറയും. അവരിടത്തും വലത്തും നിന്ന്, ചിലപ്പോൾ തിരുമേനിമാരുടെ കൂടെയും കാണും അങ്ങനെ ചില ബോക്സേഴ്സ്. ആയി വരുന്നതേ ഉള്ളൂ, ഇനി പരിചയപ്പെടും.
അപ്പോൾ ഇങ്ങനെ ഇടത്തും വലത്തും നിന്നുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന ഡിഫൻഡേഴ്സ്, നമ്മുടെ ഡിഫൻസ് ദൈവത്തിന് ഒഫൻസീവാണ് എന്ന് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ പത്രോസ് ആദ്യം ചോദിക്കുക, വെട്ടട്ടെ. 22-ാം അധ്യായത്തിൽ ചോദിക്കുന്നു, കീച്ചിക്കോട്ടെ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ മറുപടി ഒരല്പം താമസിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് ആവേശം കൂടി, വെട്ടാൻ ഇറങ്ങുക. ഫുൾ സെറ്റപ്പാണ്, എല്ലാ ആയുധങ്ങളും കയ്യിലുണ്ട്. ഊരുക, വെട്ടുക, കാതറക്കുക. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്ത് ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ, ഒരു സിനിമ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പടമൊക്കെ വരച്ചാൽ വല്ലാതെ വ്രണപ്പെടുന്ന ഒന്നായി മാറുകയാണ് നമ്മുടെ മതവികാരം. മതവികാരമല്ല, ദൈവവിചാരമാണ് പ്രധാനം. എനിക്കോ നിങ്ങൾക്കോ എൻ്റെയോ നിങ്ങളുടെയോ മതവികാരം വ്രണപ്പെടുന്നു എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വികാരം വ്രണപ്പെടുന്നു എന്നർത്ഥമാക്കരുത്. നമുക്ക് ദൈവത്തിന് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയാ കൂടുതൽ. അതുകൊണ്ടാണ് മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ദുഃഖമൊന്നുമില്ലെങ്കിലും കാതൽ സിനിമയെക്കുറിച്ച് നമുക്ക് വല്ലാത്ത പ്രശ്നമാണ്. മനുഷ്യൻ എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രശ്നമല്ല. ദാരിദ്ര്യം വർദ്ധിച്ചാൽ പ്രശ്നമില്ല, സ്ത്രീപീഡനം വർദ്ധിച്ചാൽ പ്രശ്നമില്ല, തൊഴിലില്ലായ്മ വർദ്ധിച്ചാൽ പ്രശ്നമില്ല. മനുഷ്യൻ എന്ത് സംഭവിച്ചാലും നമുക്കൊറ്റ വിചാരമേ ഉള്ളൂ, ദൈവത്തിനൊന്നും സംഭവിക്കരുത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മതവികാരവും ദൈവവിചാരവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ കാലത്ത് നടക്കുന്നത്. പത്രോസിന്റെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെട്ടു. യേശുവിൻ്റെ മേൽ കൈവയ്ക്കാൻ ആരാടാ? ഇപ്പൊ കാണിച്ചു തരാം. വാളെടുക്കുന്നു, വെട്ടുന്നു. എന്നാൽ ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് മതവികാരത്തിൻ്റെ ഖഡ്ഗം കൊണ്ട്, ഞാനൊരു കട്ടിയുള്ള മലയാളമൊക്കെ പറയാം, കാരണം വറീസ് ജോണച്ചന് 1-2 മലയാളം കട്ടിയുള്ളത് പറഞ്ഞപ്പം ഇനി ഞാനായിട്ട് കുറയ്ക്കണ്ട, ഒരുപക്ഷെ ഇവിടുത്തെ ആചാരം ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതി ഞാനൊരു 2 കട്ടിയിലങ്ങ് പറയുന്നുള്ളൂ. എനിക്ക് അത്രയൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരു ഖഡ്ഗം എന്നൊക്കെ കിടക്കട്ടെ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. സംഭവം വാളാ. ഇവിടെ ഈ യേശുവിനെ പിടിക്കാൻ വന്ന ആളാണ്. എന്നാൽ ഈ മനുഷ്യന്റെ കാത് അറുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ മുറിവേറ്റിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മതവികാരത്തിൻ്റെ വാൾപ്രഹരമേറ്റ് ചോരയൊലിപ്പിക്കുന്ന എത്രയെത്ര ജീവിതങ്ങളാണ്. നമ്മുടെ മതവികാരത്തിൻ്റെ ഇരകൾ വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ വികാരം കൂടി വരുന്നു. മതവികാരത്തിൻ്റെ ഇരകളെ സൗഖ്യമാക്കുന്ന, മതവികാരത്തിൻ്റെ വാൾപ്രഹരം കൊണ്ട് മുറിവേറ്റ മനുഷ്യരെ സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ മതം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ മതവികാരത്തിൻ്റെ പേരിൽ നാം അരിഞ്ഞു വീഴ്ത്തുന്ന, കൊയ്തു വീഴ്ത്തുന്ന, മുറിവേൽപ്പിക്കുന്ന, ആക്രമിക്കുന്ന എത്രയെത്ര മനുഷ്യരുണ്ട്. നമ്മുടെ മതവികാരത്തിൻ്റെ, നമ്മുടെ മതഭ്രാന്ത് കണ്ട് സന്തോഷിക്കുന്ന ഒരാളല്ല യേശുവെന്ന് നാം അറിയണം. മറിച്ച് നമ്മുടെ മതവികാരം കണ്ട് അവൻ മുഖം പൊത്തി കരയുകയാണ്. ഒരിക്കലും മതഭ്രാന്ത് കണ്ട് സന്തോഷിക്കാൻ തക്കവണ്ണം അല്പനല്ല നമ്മുടെ ദൈവം. ഇവിടെ മതവികാരത്തിൻ്റെ ഇരയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ വന്നത് നല്ല കാര്യത്തിനാണോ അല്ലയോ എന്നത് മറ്റൊരു വിഷയം. പക്ഷേ യേശു പറയുന്നു, എനിക്ക് നിന്റെ കാവല് വേണ്ട. ഞാൻ ഉടയവനാണെങ്കിൽ നിന്റെ ഉടവാളിൻ്റെ സംരക്ഷണം എനിക്ക് ആവശ്യമില്ല. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വാളുകളെ നിങ്ങൾ കൊഴുക്കളാക്കണം. ടേൺ യുവർ സോർഡ്സ് ഇൻ ടു പ്ലൗഷെയർസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
മതവികാരം അരിഞ്ഞു വീഴ്ത്തുന്ന മനുഷ്യർ, ദൈവത്തെ സംരക്ഷിക്കാനുള്ള നമ്മളുടെ ആവേശത്തിൻ്റെ പേരിൽ കൊന്നുതള്ളുന്ന മനുഷ്യർ, ദൈവത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യർ, ദൈവത്തിൻ്റെ പേരിൽ മാനഭംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ, അങ്ങനെ മതവികാരത്തിൻ്റെ ഇരകളെ സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെയാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ മതവികാരം കണ്ട് അല്ലെങ്കിൽ അങ്ങനെ മതവികാരത്തിൻ്റെ പേരിൽ വാളുമായി ഇറങ്ങുന്നവരെ ഒരിക്കലും അനുകൂലിക്കുന്ന ഒരു ദൈവമല്ല വേദപുസ്തകം പറയുന്ന യേശു. മരിക്കാനായിട്ട് പോവുകയാണ്. മരണം ഒഴിവാക്കി കിട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? പക്ഷേ മരണത്തിൻ്റെ മുൻപിൽ പോലും അവൻ മതവികാരത്തെ മാനിക്കുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറയാൻ ശ്രമിച്ചത്, വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മളെല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ആ ഓർമ്മയാണ് നമുക്ക് വേണ്ടത്. വി ആർ നോട്ട് ദ ബോഡി ഗാർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു വിചാരം, ദൈവങ്ങളുടെ ശ്മശാനങ്ങളും യേശുവിൻ്റെ തുറന്ന കല്ലറയും. ഒന്നാമത് പറഞ്ഞത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ബോഡി ഗാർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. രണ്ട്, ദൈവങ്ങളുടെ ശ്മശാനങ്ങളും യേശുവിൻ്റെ തുറന്ന കല്ലറയും. ടൂംസ് ഓഫ് ഗോഡ്സ് ആൻഡ് ദി ഓപ്പൺ ടൂം ഓഫ് ജീസസ്. ഇവിടെ എന്തിനാണ് യഥാർത്ഥത്തിൽ പത്രോസ് വാളെടുത്ത് വീശുന്നത്? യേശുവിൻ്റെ ആയുസ് നീട്ടാനാണ്. യേശുവിനൊന്നും സംഭവിക്കരുത്. ദൈവത്തിൻ്റെ ആയുസ് നീട്ടാൻ, യേശുവിൻ്റെ ആയുസ് നീട്ടാൻ വാളെടുത്ത് പുറപ്പെടുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് നമ്മുടെ അപ്പോസ്തലനായ പത്രോസ്. ഇവിടെ യേശു പറയുന്നുണ്ട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കും. നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു സംശയം, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നുണ്ട് വാൾ വാങ്ങിക്കണമെന്ന്, വസ്ത്രം വിറ്റ് വാൾ വാങ്ങണം. എന്തിനാണ് യേശു വാൾ വാങ്ങിക്കാൻ പറഞ്ഞത്? ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരിപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവുമുണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, ഔവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. അങ്ങനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നത് ഇനി എന്നിൽ നിവൃത്തി വരയണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാചകം, കർത്താവേ, ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ കാത് അറുത്തപ്പോൾ യേശു പറയുകയാണ്, നീ വാളെടുത്ത് ഉറയിലിടണം. എന്നാൽ ഇതേ യേശു തന്നെയാണ് പറയുന്നത്, നീ വസ്ത്രം വിറ്റ് വാൾ വാങ്ങണം. അപ്പോൾ പത്രോസ് ചോദിക്കുക, 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമോ? അപ്പോൾ കർത്താവ് പറയുന്നു, തൽക്കാലം അത് മതി. അപ്പോൾ ഈ വാൾ ഉറയിലിടണം എന്ന് യേശു പറയുന്നു. അതേ യേശു തന്നെ പറയുന്നു, വസ്ത്രം വിറ്റ് വാൾ വാങ്ങണം. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ചില വാക്കുകൾ ആക്ഷരികമായി എടുക്കണം. ചില വാക്കുകൾ അതിൻ്റെ ഒരു മെറ്റഫോറിക്കൽ സെൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപക തലത്തിൽ എടുക്കണം. എന്നാൽ ഇത് തമ്മിൽ പലപ്പോഴും മാറിപ്പോവും.
ആക്ഷരികമായി എടുക്കേണ്ടതിനെ നമ്മൾ മെറ്റഫോറിക്കലായി എടുക്കേണ്ടതിനെ നമ്മൾ ആക്ഷരികമായി എടുക്കും. ഇവിടെ വാൾ എന്നതുകൊണ്ട് യേശു എന്താണ് അർത്ഥമാക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വാൾ എന്നത് യേശു വരാനിരിക്കുന്ന വിനാശകാലത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. വാൾ എന്നത് ഒരിക്കലും ഒരു ആയുധം എന്ന അർത്ഥത്തിലല്ല. ഉദാഹരണത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ശിമയോൻ യേശുവിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞാൽ ഒരു വാളെടുത്ത് ഒരാൾ ഹൃദയത്തിലൂടെ കുത്തിയിറക്കുമെന്നല്ല, അത് മെറ്റഫോറിക്കലാണ്. മെറ്റഫോറിക്കൽ എന്ന് പറഞ്ഞാൽ മറിയത്തെ കാത്തിരിക്കുന്ന ദുരിത നാളുകളെ സൂചിപ്പിക്കാനാണ്. അവളെ കാത്തിരിക്കുന്ന വിലാപത്തിൻ്റെ ദിവസങ്ങളെ സൂചിപ്പിക്കാനാണ് വാസ്തവത്തിൽ വാൾ എന്ന് ലൂക്കോസ് അവിടെ ഉപയോഗിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലും യേശു പറയുന്നു, ഞാൻ സമാധാനമല്ല വാളത്രേ കൊണ്ടുവന്നിരിക്കുന്നത്. പുൽക്കൂട്ടിൽ യേശുവിനെ കാണാൻ പോയ വിദ്വാൻമാരാരും വാള് യേശു കൊണ്ടുവന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അവിടെ എന്താ യേശു അർത്ഥമാക്കുന്നത്? യേശു പറയുന്നു, എന്നെ അനുഗമിക്കുന്നത് നിമിത്തം, എന്നെ അനുസരിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് വരാനിരിക്കുന്ന അസമാധാനത്തിൻ്റെ നാളുകളെ സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് യേശു വാൾ വാങ്ങണം എന്ന് പറയുമ്പോൾ വാൾ എന്നതിനെ ഒരു ആയുധം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിനെ ഒരു വരാനിരിക്കുന്ന വിപത്തിൻ്റെ, വരാനിരിക്കുന്ന വിനാശകാലത്തിൻ്റെ, വരാനിരിക്കുന്ന സങ്കടകാലങ്ങളെ സൂചിപ്പിക്കാനാണ് വാൾ എന്ന് യേശു അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും 2 വാൾ മതി എന്ന് യേശു പറയുന്നത്, അതിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും? അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ പറയുന്നത് 2 വാൾ മതി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സൈൻ ഓഫ് എക്സാസ്പറേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരല്പം ഒരു അലോസരമായിട്ടാണ് യേശു പറയുന്നത് 2 വാൾ മതി. ഈ ഭാഗത്തെ മനസ്സിലാക്കാൻ ചില പണ്ഡിതന്മാർ പറയുന്നത്, ആവർത്തന പുസ്തകം 3-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കനാൻ നാട് കാണണമെന്ന ആഗ്രഹം മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഇനി എന്നോട് സംസാരിക്കരുത്. അപ്പോൾ ആവർത്തന പുസ്തകം 3-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് വളരെ എക്സാസ്പറേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഇനി എന്നോട് സംസാരിക്കരുത്. ഏതാണ്ട് അതേ ധ്വനിയിലാണ് ഇവിടെ പറയുന്നത്. 2 വാൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് മനസ്സിലാകാത്ത ശിഷ്യനോട് അല്പം പ്രകോപിതനായി യേശു സംസാരിക്കുന്നതാണ്. മാത്രവുമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 45-ാമത്തെ വാക്യം, 18-ാം അധ്യായം 34-ാമത്തെ വാക്യം, അവിടെ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്, തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞതൊന്നും അവർ ഗ്രഹിച്ചില്ല. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്, ശത്രുക്കളോട് ക്ഷമിക്കണം, ഒരു ചെകിട്ടത്തടിക്കുന്നതിന് മറ്റേത് കാണിച്ചു കൊടുക്കണം, നിന്റെ പുതപ്പെടുക്കുന്നവന് വസ്ത്രം കൂടെ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് യേശുവിൻ്റെ മൊത്തത്തിലുള്ള സുവിശേഷത്തിലെ പഠിപ്പിക്കലുകളുമായി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ യേശു ഒരിക്കലും വാളെടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇത് മനസ്സിലാകാത്ത ഭക്തന്മാർ, ഇത് മനസ്സിലാകാത്ത ശിഷ്യന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഉടവാളെടുത്ത് ഉടയവനെ സംരക്ഷിക്കണമെന്നാണ് അവരുടെ വിചാരം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മനുഷ്യന്റെ ചോര കുടിച്ച് വീർക്കുന്ന മൂട്ടയല്ല ദൈവം. പലപ്പോഴും നമുക്ക് മൂട്ടയ്ക്ക് ചോര ഇഷ്ടമാണ്. മൂട്ടയ്ക്കല്ല, മൂട്ടയ്ക്ക് ചോരയ്ക്കായി കൊതിക്കുന്ന, ചോരയ്ക്കായി ദാഹിക്കുന്ന ഒരാളാണ് ദൈവമെന്ന് ചിലപ്പോഴെങ്കിലും
നമ്മുടെ മതവികാരം വ്രണപ്പെടുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. എം സ്വരാജിൻ്റെ പല പുസ്തകങ്ങളുണ്ട്. ഒന്ന് പൂക്കളുടെ പുസ്തകം, മറ്റൊന്ന് മരണം കാത്ത് ദൈവങ്ങൾ. അതിൽ മരണം കാത്ത് ദൈവങ്ങൾ എന്ന അധ്യായത്തിൽ സ്വരാജ് പറയുന്നുണ്ട്, നമ്മളൊന്ന് നോക്കിക്കേ, ഒരു കാലത്ത് ചരിത്രത്തിൽ ഉഗ്രപ്രതാപികളായിരുന്ന പല ദൈവങ്ങളുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും കരുത്തനായിരുന്ന ദൈവമായിരുന്നു ജൂപ്പിറ്റർ. നമ്മൾ സ്യൂസ് ദൈവത്തെ കാണുന്നുണ്ട്, അപ്പോളോയെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ഉഗ്രപ്രതാപികളായിരുന്ന ദൈവങ്ങൾ അവരെല്ലാം ചോര കുടിച്ചു വീർത്ത ദൈവങ്ങളാണ്. അതുകൊണ്ട് ചോര കുടിച്ചു വീർക്കുന്ന ഒരു ദൈവവും ചരിത്രത്തിൽ അവശേഷിക്കില്ല എന്ന് ഈ കാലത്ത് അല്ലെങ്കിൽ ചരിത്രത്തിൽ അടക്കം ചെയ്യപ്പെടുന്ന, ശ്മശാനങ്ങളിൽ വിശ്രമിക്കുന്ന, അവശിഷ്ടങ്ങളായി പോയിരുന്ന നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ചോര വീഴ്ത്തുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആയുസ് കൂട്ടാമെന്ന് പത്രോസ് വിചാരിക്കുകയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, മനുഷ്യന്റെ ചോര വീഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആയുസ് കൂട്ടാമെന്ന് കരുതുന്ന പത്രോസിൻ്റെ ആത്മാവ് ചിലപ്പോഴെങ്കിലും നമ്മിലില്ലേ? കുറച്ചുകൂടെ വ്യത്യസ്തമായി പറഞ്ഞാൽ, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് സാറാ ജോസഫ്. ടീച്ചറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നോവൽ എന്നത്, ഇത് ടീച്ചറിനോട് പറയല്ലേ, കറ എന്ന നോവലാണ്. അത് ലോത്തിനെ കുറിച്ചാണ്. 875 രൂപയാണ്. നിങ്ങളൊന്ന് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ നരബലിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഒരു ഭാഗത്ത് ടീച്ചർ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, മനുഷ്യൻ ദൈവത്തിൻ്റെ തീറ്റയല്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ തീറ്റയല്ല. അത് പറയാൻ കാരണം, അവിടെ ബാൽ ദൈവം എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ വാ പൊളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ മനുഷ്യനെ ബലി കൊടുക്കുമ്പോൾ അതിനു മുൻപായി ഈ വലിയ ഒരു പ്രതിമയാണ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ വിറകുകൊള്ളിയൊക്കെ വെച്ച് തീ കൊടുത്തിട്ട് ശേഷമാണ് ഈ മനുഷ്യനെ പിടിച്ച് ദൈവത്തിൻ്റെ വായിൽ, അത് ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ബാൽ ദൈവത്തിന് സന്തോഷം കിട്ടാൻ വേണ്ടി ഈ വലിയ പ്രതിമയുടെ തുറന്നിരിക്കുന്ന വായുഭാഗത്തൂടെ ഉള്ളിൽ കത്തുന്ന അഗ്നിയിലേക്ക് മനുഷ്യനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ടീച്ചർ പറയുന്നു, മനുഷ്യൻ ദൈവത്തിൻ്റെ തീറ്റയല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസ് മറന്നുപോയത് മനുഷ്യൻ്റെ ചോര വീഴ്ത്തിയിട്ടല്ല ദൈവത്തിൻ്റെ ആയുസ് കൂട്ടേണ്ടത്. യേശുവിൻ്റെ ആയുസ് കൂട്ടാൻ പത്രോസ് ഒരു മനുഷ്യൻ്റെ കാത് അറുത്ത് വീഴ്ത്തുകയാണ്. ചോര കുടിച്ച് വീർത്ത ദൈവങ്ങളൊക്കെ ഇപ്പോൾ ശ്മശാനങ്ങളിൽ മോക്ഷം കിട്ടാതെ അലയുകയാണ്. ജയമോഹൻ്റെ മാടൻ മോക്ഷം എന്ന നോവൽ നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. എത്രയെത്ര ദൈവങ്ങളാണ് മോക്ഷം കിട്ടാതെ കല്ലറകളിൽ കഴിയുന്നത്. ചോര കുടിച്ച് വീർത്ത ഒരു ദൈവത്തിനും മോക്ഷമില്ല. എന്നാൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നസറായനായ യേശുവിൻ്റെ കല്ലറ മോക്ഷം കിട്ടാത്ത പ്രേതത്തിൻ്റെ കല്ലറയല്ല, അത് തുറന്ന കല്ലറയാണ്. കാരണം അവൻ ചോര കുടിച്ചു വീർത്ത ദൈവമല്ല, അവൻ ചോര നമുക്കായി ചൊരിഞ്ഞ ദൈവമാണ്. അവൻ ഒരു മനുഷ്യൻ്റെയും ജീവൻ എടുത്ത ദൈവമല്ല, അവൻ ജീവൻ കൊടുത്ത ദൈവമാണ്. അവൻ ദൈവത്തിന് വേണ്ടി കൊലവിളി നടത്തിയതല്ല, ദൈവത്തിന് വേണ്ടി നമുക്ക് വേണ്ടി യാഗമായി തീർന്നവനാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോക്ഷം കിട്ടാത്ത ദൈവങ്ങൾ ശ്മശാനങ്ങളിൽ എത്ര എണ്ണമാണ്. ഒരു കാലത്ത് ഉഗ്രപ്രതാപികളായിരുന്ന ദൈവങ്ങൾ. എന്നാൽ യേശുവിൻ്റെ കല്ലറ തുറന്നു തന്നെ കിടക്കുകയാണ്. എന്താ നാം മനസ്സിലാക്കുന്നത്? ചോര വീഴ്ത്തി ദൈവത്തിൻ്റെ ആയുസ് കൂട്ടണ്ട. യേശു പറയുന്നു, നിന്റെ വാൾ ഉറയിലിട്. വാളെടുക്കുന്നവനെല്ലാം വാളാൽ
നശിക്കും. അവിടെ പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം വാളെടുക്കുന്നവൻ മാത്രമല്ല, വാളുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ദൈവങ്ങളും നശിക്കും. അതുകൊണ്ട് ഈ നാട്ടിൽ ദൈവങ്ങളുടെ ശ്മശാനങ്ങൾ പെരുകി വരികയാണ്. ചോര വീഴ്ത്തിയല്ല, ചോര കുടിച്ച് വീർക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളുടെ നാട്ടിൽ ചോര കുടിച്ച് വീർക്കുന്നതിന് പകരം ചോര ചൊരിയുന്ന ഒരു ദൈവത്തെയാണ് നാം നസ്രയനായ യേശുവിൽ കാണുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ കല്ലറ തുറന്നും ചോര കുടിച്ച ദൈവങ്ങളുടെ കല്ലറ അടഞ്ഞും കിടക്കുന്നത്. ഇത് സത്യക്രിസ്ത്യാനികൾ ഈ കാലഘട്ടത്തിൽ മറന്നു പോകുന്നുണ്ട്. ക്രിസംഗികളുടെ എണ്ണമൊക്കെ വല്ലാതെ പെരുകുന്നത് അവർക്ക് ചോര കുടിച്ച ദൈവത്തെ മാത്രമേ അറിയൂ. ചോര ചൊരിഞ്ഞ ഒരുവൻ്റെ പേരിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഒരുവൻ്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. കാരണം അവൻ ചോര കുടിച്ചു വലുതായ ദൈവമല്ല. ദൈവങ്ങളുടെ ശ്മശാനങ്ങളും യേശുവിൻ്റെ തുറന്ന കല്ലറയും. മൂന്നാമത്തെ ഒരു വിചാരം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവദൂഷണവും സത്യവിശ്വാസവും. ദൈവദൂഷണവും സത്യവിശ്വാസവും. വാളുറയിലിടണം, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കും എന്ന് പറഞ്ഞിട്ട് യേശു പത്രോസിനോട് പറയുകയാണ്, നീ എന്നെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരുന്നേ? യേശു ചോദിക്കുകയാണ്, 12 ലെഗിയോനിലധികം ദൂതന്മാരെ എനിക്ക് കാവൽ നിർത്തേണ്ടതിന് ഞാൻ ചോദിച്ചാൽ ദൈവം തരില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? വെള്ളമോ ഉള്ളോ? വണ്ടിക്കൂലിയില്ലേ? രണ്ടാമത് വെള്ളം വന്നപ്പോൾ ഒരു സംശയം. യേശു പത്രോസിനോട് ചോദിക്കുന്നു, ഞാൻ ചോദിച്ചാൽ 12 ലെഗിയോനിലധികം ദൂതന്മാരെ അവൻ എനിക്ക് തരില്ലേ? ഇവിടെ ഓർക്കേണ്ടത്, ഗെഥസമനയിൽ ഒരു 5 മിനിറ്റ് നേരം ഉണർന്നിരിക്കാൻ പറ്റാത്ത പാർട്ടിയാണ് വാളുമായി വീശി ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് 5 മിനിറ്റ് ഉണർന്നിരിക്കുക? അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന നിസ്സാര കാര്യം ചെയ്യാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ട് ദൈവം ആഗ്രഹിക്കാത്ത വൻ കാര്യങ്ങളെ ചെയ്യാനാണ് പത്രോസിന് താല്പര്യം. ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നതിലൊന്നും പത്രോസിന് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. പുള്ളിക്ക് വാളൊക്കെ എടുത്ത് വീശണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചിന്ത, യേശു എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ തന്നെ പിടിക്കാൻ വരുന്നുവെന്നറിഞ്ഞിട്ടും താൻ ചോദിച്ചാൽ 12 ലെഗിയോനിലധികം ദൂതന്മാരെ പിതാവായ ദൈവം അയക്കും എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ദൂതന്മാരെ യേശു ചോദിക്കാത്തത്? തനിക്ക് കാവൽ നിൽക്കാൻ ദൂതന്മാരുണ്ടാവും എന്ന് ആദ്യമായി യേശുവിനെ ഓർപ്പിച്ചത് പിശാച. പിശാചിൻ്റെ ബുദ്ധിയാണ്, നീ പള്ളിയിൽ നിന്നൊന്ന് ചാടി നോക്കിക്കേ, ദൂതന്മാർ നിന്നെ കൈകളിന്മേൽ വഹിച്ചുകൊള്ളും. അതിന് ശ്രമിച്ചില്ല, ചാടിയില്ല. അപ്പോൾ ഈ ദൈവമക്കളാണെങ്കിലും നമ്മുടെ ബുദ്ധി പിശാചിൻ്റെ ബുദ്ധിയാണ്. വാളുകൊണ്ട് യേശുവിനെ സംരക്ഷിക്കാം, യേശുവിൻ്റെ ആയുസ്സ് ദീർഘമാക്കാം എന്ന് പത്രോസ് വിചാരപ്പെടുകയാണ്. എന്നാൽ ഇതിന് ശേഷമുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനെ ക്രൂശിക്കാനായി കൊണ്ടുപോകുമ്പോൾ അവിടെ കൂടി വന്ന സ്ത്രീകളും കുട്ടികളുമെല്ലാം കരയുന്നുണ്ട്. അപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട.
ഇത് ക്രൂശീകരണ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരോട് മാത്രമല്ല, എല്ലാ കാലത്തുമുള്ള വിശ്വാസ സമൂഹത്തോട് യേശു പറയുക, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരവീൻ. ഇന്ന് ദേശത്തിനു വേണ്ടി കരയാൻ, മനുഷ്യന് വേണ്ടി കരയാൻ നമുക്ക് സമയമില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി വല്ലാതെ കരയുകയാണ്. യേശു പറഞ്ഞതിൻ്റെ സിമ്പിൾ അർത്ഥം ഇത്രേ ഉള്ളൂ: എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ എനിക്ക് വേണ്ടി വെറുതെ. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന സമയത്ത് യേശുവിന് വീഞ്ഞു കൊടുത്തു വേദന മറക്കാൻ. യേശു പറഞ്ഞു, അത് വേണ്ട, വേദന സഹിക്കാനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട്. യേശു കുരിശിൽ കിടന്നപ്പോൾ അവിടുത്തെ പടയാളി പറയുന്നു, ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാ. കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ ഏത് പത്രോസിനും കഴിയും? കുരിശിൽ കിടക്കാനാണ് പാട്. അതുകൊണ്ട് 12 ലെഗിയോനിലധികം ദൂതന്മാരെ ചോദിച്ചാൽ പിതാവായ ദൈവം തരും എന്നറിഞ്ഞിട്ടും തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കാൾ, തൻ്റെ ദീർഘായുസ്സിനേക്കാൾ വലിയത് ദൈവഹിതം അനുസരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയ ആളാണ് യേശു. എന്നാൽ പത്രോസിന് അങ്ങനെയല്ല. ദൈവഹിതത്തെക്കാൾ വലിയത് ആയുസ്സിൻ്റെ ദൈർഘ്യമാണ്. സ്വയം രക്ഷിക്കാൻ അറിയാത്തയാളാണോ യേശു? യേശു 3 നാൾ കല്ലറയിൽ കിടന്നു. ഒരാളുടെ സഹായം വേണ്ടി വന്നില്ല ആ കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റാൻ, ഏത് കല്ലറയിൽ നിന്നും പുറത്തു വരാൻ. എൻ്റെയോ നിൻ്റെയോ സഹായം യേശുവിന് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സംരക്ഷിക്കൽ അല്ല പ്രധാനം. ദൈവത്തിന് നമ്മുടെ സംരക്ഷണം ആവശ്യവുമില്ല. എന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ കാവല് വേണം. അതുകൊണ്ട് ദൈവത്തിന് പാറാവു നിൽക്കലല്ല, സഹോദരന് കാവൽക്കാരാവുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന് കാവൽ നിൽക്കുന്നതിനു പകരം, ദൈവത്തിൻ്റെ പാറാവുകാരാവുന്നതിനു പകരം ദൈവഹിതത്തിന് കാവൽ നിൽക്കലാണ് നമ്മുടെ നിയോഗം. ഇവിടെയാണ് ദൈവദൂഷണവും സത്യവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം നാം അറിയേണ്ടത്. ദൈവത്തിന് നമ്മുടെ സംരക്ഷണം ആവശ്യമാണ് എന്ന് കരുതുന്നത് ദൈവദൂഷണമാണ്. കാരണം ദൈവത്തിന് എൻ്റെ സംരക്ഷണം ആവശ്യമാണ് എന്ന് ഞാൻ കരുതുമ്പോൾ ആ ദൈവത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു അറിവെന്താണ്? പലപ്പോഴും ദൈവദൂഷണവും സത്യവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസം എന്നത് ദൈവത്തിന് കാവൽ നിൽക്കലല്ല. കാരണം എൻ്റെ കാവൽ ആവശ്യമില്ലാത്ത ഒരാളാണ് ദൈവമെന്ന അറിവാണ് സത്യവിശ്വാസം. ഇതറിയാത്തത് കൊണ്ടാണ് ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി വാളും വടികളുമായി സിനിമ ഇറങ്ങുമ്പോൾ, പുസ്തകം ഇറങ്ങുമ്പോൾ നമ്മൾ വല്ലാതെ അക്രമാസക്തരാവുന്നത്. അത് സത്യവിശ്വാസം കൊണ്ടല്ല, അതിൻ്റെ പേര് ദൈവദൂഷണമെന്നാണ്. എൻ്റെ സംരക്ഷണം, എൻ്റെ കാവൽ ആവശ്യമില്ലാത്ത ഒരാളാണ് ദൈവം. ഈ തിരിച്ചറിവിൻ്റെ പേരാണ് ഓർത്തഡോക്സി. ഈ തിരിച്ചറിവിൻ്റെ പേരാണ് സത്യവിശ്വാസം. നല്ല ശമരിയാക്കാരൻ്റെ കഥയിൽ ലേവ്യനും പുരോഹിതനും ആ വഴിയിൽ കിടക്കുന്ന അർദ്ധപ്രാണനായ മനുഷ്യനെ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം
വഴിയിൽ മരണാസന്നനായി കിടക്കുന്ന ഒരാളുടെ സംരക്ഷണം അവരുടെ ഉത്തരവാദിത്വമല്ല. അവർ ഒരു പക്ഷേ ദൈവത്തെ സംരക്ഷിക്കാനുള്ള തിരക്കിലാവും. ഈ ആസുര കാലത്ത് ദൈവവിശ്വാസവും ദൈവദൂഷണവും തമ്മിലുള്ള വ്യത്യാസം നാം അറിയണം. ദൈവം നമ്മുടെ സംരക്ഷണയിലാണ് എന്ന് കരുതുന്നത് ദൈവദൂഷണമാണ്. സത്യവിശ്വാസം ദൈവത്തിനല്ല, എൻ്റെ സഹോദരനാണ് കാവൽ വേണ്ടത് എന്ന തിരിച്ചറിവാണ്. വാളെടുക്കുന്നവനും വാളിനാൽ സംരക്ഷിക്കപ്പെടുന്നവനും ഒരുപോലെ നശിച്ചു പോകും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇനി തിരുമേനിയുടെ കൺക്ലൂഡിങ് റിമാർക്സും കൂടെ ഉണ്ടല്ലോ. നമ്മൾ എന്താണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്? യേശുവിനെ പിടിക്കാനായി വന്നപ്പോൾ പത്രോസ് ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുക. ഇപ്പോഴത്തെ ഒരു പുതിയ വൊക്കാബുലറി ഉപയോഗിച്ചാൽ വാളെടുക്കുന്നു, വെട്ടുന്നു, തല്ലുന്നു. ഇതാണ് ജീവൻ രക്ഷാ പ്രവർത്തനം. എന്നാൽ ഇങ്ങനെ പത്രോസ് യേശുവിനെ സംരക്ഷിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താൻ ശ്രമിച്ചപ്പോൾ 3 കാര്യങ്ങൾ യേശു പത്രോസിനോട് പറയാതെ പറയുന്നുണ്ട്. ഒന്ന്, അത് നമ്മളോടും കൂടെയാണ്. വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, നോട്ട് ദ ബോഡി ഗാർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. 2, ദൈവത്തിൻ്റെ ശ്മശാനങ്ങളും യേശുവിൻ്റെ തുറന്ന കല്ലറയും. ചോര കുടിച്ച് വീർത്ത എല്ലാ ദൈവങ്ങളും മോക്ഷം കിട്ടാതെ ഇന്ന് സെമിത്തേരികളിൽ അലയുകയാണ്. ചോര കുടിച്ച് വീർത്ത ദൈവമല്ല, ചോര ചൊരിയുന്ന ഒരു ദൈവത്തെയാണ് പുതിയ നിയമം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ആരുടെയും ചോര യേശുവിന് ആവശ്യമില്ല. അവൻ കല്ലറയെ തോൽപ്പിച്ചവനാണ്. എന്തുകൊണ്ടാണ് യേശുവിന് കല്ലറയെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്? അവൻ ആരുടെയും ചോര കുടിച്ചിട്ടില്ല, അവൻ ചോര കൊടുത്തിട്ടേ ഉള്ളൂ. അവൻ ആരെയും കൊന്നിട്ടില്ല, ജീവൻ നൽകിയിട്ടേ ഉള്ളൂ. അവൻ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല, ജീവൻ പങ്കുവെച്ചതേയുള്ളൂ. ഏറ്റവും അവസാനം, സത്യവിശ്വാസവും ദൈവദൂഷണവും. ദൈവത്തിന് നമ്മുടെ സംരക്ഷണം ആവശ്യമുണ്ട് എന്ന് കരുതുന്നത് ദൈവദൂഷണമാണ്. എന്നാൽ ദൈവത്തിനല്ല, എൻ്റെ സഹോദരനാണ് എൻ്റെ കാവൽ ആവശ്യമുള്ളത് എന്ന് അറിയുന്നതാണ് സത്യവിശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ വാൾ പ്രഹരമേറ്റ് മൽക്കോസ് മുറിവേറ്റതുപോലെ നമ്മളുടെയൊക്കെ മതവികാരം വ്രണപ്പെടുമ്പോൾ, യേശുവിൻ്റെ ആയുസ് കൂട്ടാൻ നാം വാളും വടികളുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആരുടെയൊക്കെയാണ് കഴുത്ത് അറക്കുന്നത്, ആരുടെയൊക്കെയാണ് കാതു മുറിയുന്നത്? വേദപുസ്തകം പറയുന്നു, ഇന്നും യേശുവിനെ സംരക്ഷിക്കാൻ വാളോങ്ങുന്ന ശിഷ്യന്മാരിൽ നിന്ന് മുറിവേറ്റ മനുഷ്യരെ സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെയാണ് പുതിയ നിയമം പരിചയപ്പെടുത്തുന്നത്. മതവികാരത്തിൻ്റെ വാളുകൊണ്ട് അരിഞ്ഞു തള്ളുന്ന മനുഷ്യരെ സൗഖ്യമാക്കുന്ന ഒരു യേശു. യേശു പറയുന്നു, നിങ്ങളാരും എന്നെ ചൊല്ലി കരയണ്ട, എനിക്ക് ചോര വേണ്ട, ഞാൻ ചോര കുടിച്ച് വീർത്ത ദൈവവുമല്ല, എനിക്ക് ജീവൻ നൽകിയും ചോര ചൊരിഞ്ഞും മാത്രമേ ശീലമുള്ളൂ. വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ, അവൻ്റെ തിരുശരീര രക്തങ്ങളെ നാം സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവൻ്റെ രക്തം നാം പാനം ചെയ്യുമ്പോൾ എന്നും എന്നും ഓർക്കണം, ചോര ഊറ്റുന്ന ദൈവങ്ങളുടെ നാട്ടിൽ ചോര ചൊരിയുന്ന ഒരു നസറായൻ്റെ പിൻഗാമികളാണ് നമ്മൾ. ഇതോർക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും, ദൈവത്തിന് നമ്മുടെ കാവൽ ആവശ്യമില്ല. അവൻ കല്ലറകളെ തുറന്ന് പുറത്തു വരും. നമ്മളാരും കല്ലുരുട്ടി മാറ്റാൻ മെനക്കെടണ്ട. അവൻ പോയതുപോലെ വരുമെന്ന് പറഞ്ഞാൽ അവൻ കല്ലറയിലേക്ക് പോയതുപോലെ തന്നെ കല്ലറയിൽ നിന്നും പുറത്തു വരും. നാം വായിച്ചതായ വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഈ ധ്യാനം ഞാൻ അവസാനിപ്പിക്കട്ടെ. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ എല്ലാം
വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗിയോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരുത്തും? ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.